അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് വളരെ പവിത്രമായ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നില്ല. അള്ളാഹു ഹജ്ജ് സ്വീകരിച്ചാൽ ഹജ്ജിന് മുമ്പ് ഒരുപാട് കർമ്മങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല സ്വീകരിച്ചാൽ നമ്മളെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെട്ട് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാഫ് ചെയ്യും. എന്നാൽ ജനങ്ങളുമായി സൃഷ്ടികളുമായുള്ള തെറ്റുകുറ്റങ്ങൾക്ക് അവരിൽ തന്നെ മാപ്പ് ചോദിക്കണം. ആ ഒരു കാര്യം നാം അറിയേണ്ടവര്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹജ്ജ് ഉംറക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജ് എന്നുള്ളത് അല്ലാഹു തആല വെച്ച ഒരു ഖദീമായ ശരീഅത്തുകളിൽ പെട്ടതാണ്. ആദം നബി തൊട്ടുള്ള എല്ലാ മനുഷ്യന്മാരും അത് കൽപ്പിക്കപ്പെട്ടവരാണ്. എല്ലാ നബിമാരും അത് ചെയ്തവരാണ്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് 40 പ്രാവശ്യം നടന്നുകൊണ്ട് ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ആ ഹജ്ജ് എന്നുള്ളത് ഉമാമിൻ നബിയിൻ ഇല്ലാ ഹജ്ജ, ഒരു നബിയും ഇല്ല ഹജ്ജ് ചെയ്തിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് മുമ്പ് ഒരുപാട് ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. ഹിജ്റക്ക് ശേഷം ഹജ്ജത്തുൽ വദാ എന്നുള്ള പവിത്രമായ പ്രസിദ്ധമായ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനം നാൾ വരെ നാം എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ട ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികൾ അത് പഠിക്കുകയും ഈ ലോകത്ത് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹജ്ജ് എന്നുള്ളത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, ഞാനൊരു ഹാജിയാറാണ്, ഒരു അജ്മയാണ് എന്ന് പറയപ്പെടാൻ വേണ്ടി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത് കാര്യമില്ല. നാം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഹജ്ജ് ഉംറ ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഹജ്ജിന് പോകാത്ത ആളുകൾ, ഉംറക്ക് പോവാത്ത, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ എത്താത്ത ആളുകൾ കൊതിക്കുന്നവരായിരിക്കണം. ഹജ്ജിന് വേണ്ടിയും ഉംറക്ക് വേണ്ടിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന് വേണ്ടിയും ആഗ്രഹിക്കുന്നവരാകണം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ആഗ്രഹിക്കേണ്ട കാര്യമാണ്. അല്ലാഹു ആഗ്രഹങ്ങളെ പൂർത്തിയാക്കി തരട്ടെ. എപ്പോഴും നമുക്ക് ആഗ്രഹം വേണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അപ്പോഴാണ് ഏതൊരു കാര്യവും നമുക്ക് പൂർത്തിയായി കിട്ടുന്നത്. ഹജ്ജില് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഷർത്തുമായി ഫർളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ വാജിബാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലുള്ള പ്രത്യേകമായ ദിക്റുകളും ദുആകളുമുണ്ട്. ഹജ്ജിലെ ദിക്റുകളും ദുആകൾ നിർബന്ധമില്ലെങ്കിലും സുന്നത്തായി വന്ന ഒരുപാട് ദിക്റുകളും ദുആകളുമുണ്ട്. അത് നമ്മൾ അറിയേണ്ടവരാണ്. തവാഫിന്റെ കാര്യത്തിൽ ഒരുപാട് ഷർത്തുകളുണ്ട്. അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തവാഫ് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ തവാഫിനെ കുറിച്ച് പ്രത്യേകമായി നാം അറിഞ്ഞിരിക്കണം. അപ്പോ ഹജ്ജിന്റെ ഏത് കർമ്മം എടുത്തു നോക്കിയാലും അതിൽ ദിക്റുകൾ ദുആകൾ നിർബന്ധമായിട്ടില്ലെങ്കിലും എല്ലാം സുന്നത്തുകളാണ്. നിസ്കാരം എന്നുള്ള ഒരു ഇബാദത്തിൽ കൂടുതലും നമ്മൾക്ക് ഫാത്തിഹയും തക്ബീറത്തുൽ ഇഹ്റാമും സലാമും അത്തഹിയാത്തും സ്വലാത്തും ഇങ്ങനെയുള്ള നിർബന്ധമായി ചെല്ലേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാ ഇബാദത്തിൽ വെച്ച് ഏറ്റവും വളരെ നമുക്ക് പ്രയാസമുള്ള ഒരു ഇബാദത്ത് എന്ന് പറയുന്നത്, അതായത് ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. അനങ്ങിയാൽ തന്നെ, സംസാരിച്ചാൽ തന്നെ, ഭക്ഷിച്ചാൽ തന്നെ നിസ്കാരം ബാത്തിലാവും. അപ്പൊ എല്ലാത്തിനേക്കാളും വളരെ കടുപ്പപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം. അത് ജീവിതത്തിൽ നമ്മൾ ഒന്നും കളാവാതെ
നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് നിർബന്ധമായിട്ടുള്ളത്. ആ ഹജ്ജ് നാം നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.